Hello, good morning all. Voice and screen clear അല്ലേ? അർപ്പിത് ഓക്കെ അല്ലേ? ഓക്കെ. So good morning all. Okay. ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ we have studied an important algorithm, first come first serve. Okay. Only one example. അല്ലേ? One example we have studied. One or two examples also we have to check it. Okay. Because it is very important. Okay. So moving on to the class. FCFS. Okay. FCFS here they have given the example. Okay. P1, P2, P3. Okay. Then burst time is also given. Okay. So that we have checked. This example itself we have solved it. Okay. We have got the answer as total turnaround time എത്രയാണ് 27 and average waiting time 17. Okay. We have got that. We have solved it. Okay. അപ്പോൾ ഇവിടെ നമുക്ക് arrival time തന്നിട്ടില്ല. So we have taken it as 0. Arrival എല്ലാവരും ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. വന്ന ഓർഡർ ഏതാണ്? P1, P2, P3. Okay. So in first come first serve എങ്ങനെ സോൾവ് ചെയ്യുക? P1 ഫസ്റ്റ് സോൾവ് ചെയ്യും. Okay. P1 have 24 ആണ് ബേസ്റ്റ് ടൈം. So 0 മുതൽ 24 വരെ P1. Okay. 24 സെക്കൻഡ് കഴിഞ്ഞാൽ നെക്സ്റ്റ് P2 ആണ്. P2 വർക്ക് ചെയ്യും. 24 plus 3 27 then plus 3 30 P3. Okay. So ഇതാണ് എന്ത് P1 P2 P2 P1 P2 P3 ഓർഡർ. ഓക്കെ. സോ നമുക്ക് കിട്ടി. ഇനി സപ്പോസ് സെയിം ക്വസ്റ്റ്യൻ തന്നെ ഓർഡർ ഇങ്ങനെയാണെങ്കിൽ P2 P3 P1 ആണ് അറൈവ് ചെയ്ത ഓർഡർ എങ്കിൽ ഓക്കെ ദെൻ ദ ഹോൾ കാൽക്കുലേഷൻ വിൽ ബി ഡിഫറെന്റ്. എന്തുകൊണ്ടാ? ഫസ്റ്റ് P2 വർക്ക് ചെയ്യും 3 യൂണിറ്റ്സ്. നെക്സ്റ്റ് P3 അടുത്ത 3 സെക്കൻഡ്സിലോട്ട് ആര് വർക്ക് ചെയ്യും? P3 വർക്ക് ചെയ്യും. നെക്സ്റ്റ് P1 ഓക്കെ 6 മുതൽ
ഒരു 24 യൂണിറ്റ് 6 + 24 30. ഓക്കെ, സോ ഇതായിരിക്കും ഓർഡർ. ആ ഒരു ടൈമിൽ വെയിറ്റിംഗ് ടൈമും അതുപോലെ ടേൺ അറൌണ്ട് ടൈമും അതിൻ്റെ ഒക്കെ ആവറേജ് വാല്യൂ വിൽ ബി ഡിഫറെൻറ്റ്. ഓക്കെ, വി ഗോട്ട് ഇറ്റ് ആസ് 3-3. പ്രീവിയസ് കേസിൽ എന്താ കിട്ടിയത്? 27-17 ആണ് കിട്ടിയത്. നൗ ഇറ്റ് ബിക്കംസ് 3-3. സോ വിച്ച് വൺ ഈസ് ദ ബെറ്റർ കേസ്? ഏതാണ് ബെറ്റർ കേസ്? ഫസ്റ്റ് ഓർ സെക്കൻഡ്? സെയിം ക്വസ്റ്റ്യൻ ആണ്, അറൈവ് ചെയ്ത ടൈം ആണ് ഡിഫറെന്റ് ആയി വന്നത്. സോ വിച്ച് വൺ ഈസ് ദ ബെസ്റ്റ് കേസ്? ഫസ്റ്റ് കേസ് ആണോ സെക്കൻഡ് കേസ് ആണോ? വിച്ച് വൺ? എനിബഡി? നമുക്ക് ആവറേജ് വെയിറ്റിംഗ് ടൈം 27 കിട്ടിയിട്ടുണ്ട് ഇവിടെ. ആവറേജ് ടേൺ അറൌണ്ട് ടൈം ടേൺ അറൌണ്ട് ടൈം 27 ആൻഡ് വെയിറ്റിംഗ് 17 ആണ് ഫസ്റ്റ് കേസിൽ. സെക്കൻഡ് കേസിൽ രണ്ടും 3 ആണ്. ഓക്കെ, വെയിറ്റിംഗ് ടൈം ടേൺ അറൌണ്ട് ടൈമും 3 ആണ്. സോ വിച്ച് വൺ ഈസ് ബെറ്റർ? ഫസ്റ്റ് ഓർ സെക്കൻഡ്? അഖിൽ? ഓക്കെ, ഞാൻ പറയാം. സെക്കൻഡ് കേസ് ആണ്. വെയിറ്റിംഗ് ടൈം ഒക്കെ നമുക്ക് കുറവാണ് വേണ്ടത്. സോ സെക്കൻഡ് കേസ് ആണ് ബെറ്റർ. അപ്പോൾ ഇവിടെ വരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് കോൺവോയ് എഫക്റ്റ് ആണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. കോൺവോയ് എഫക്റ്റ് എന്താന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ P1ന്റെ ബേസ്റ്റ് ടൈം ഈസ് 24 യൂണിറ്റ്സ്. ഓക്കെ, 24 സെക്കൻഡ് ആണെന്ന് വിചാരിച്ചോളൂ. സോ 24 സെക്കൻഡ് വർക്ക് ചെയ്യുന്നത് വരെ P2 ആൻഡ് P3 വിൽ ബി വെയിറ്റിംഗ്. ഓക്കെ, ഇവർ ഷോർട്ട് പ്രോസസ് ആണ്. കാരണം എന്താ, അവർക്ക് 3 യൂണിറ്റ് അല്ലെങ്കിൽ 3 സെക്കൻഡ്സേ അവർക്ക് വേണ്ടുള്ളൂ. But they are waiting for the completion of P1. Okay, which is a longer process. P1 long process ആണ്. 24 seconds or milliseconds they have to work. Till then P2 and V3 will be waiting. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് അത്രയും വെയിറ്റിംഗ് ടൈം അങ്ങനെ കൂടി വന്നത്. ഇവിടെ എന്താണ്, ഇവിടെ വന്ന ഓർഡർ ഡിഫറെന്റ് ആണ്. ഓക്കെ, വന്ന ഓർഡറിലാണ് FCFS എടുക്കുക. സോ P2 ഫസ്റ്റ് വന്നു, P2 സെർവ് ചെയ്തു, P3 വന്നു, സെർവ് ചെയ്തു, നെക്സ്റ്റ് P1. സോ ഷോർട്ട് പ്രോസസ് എന്തായി, വേഗം വർക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് ബിഗ് പ്രോസസ് വർക്ക് ചെയ്തു. അത് വന്ന ഓർഡർ അങ്ങനെ ആയതുകൊണ്ട്. സോ എന്താണ്, ഈ ഒരു പ്രോപ്പർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺവോയ് എഫക്റ്റ്. അതായത് സം കേസസിൽ എന്ത് വരാം, ഇവിടെ വരുന്ന ഒരു ഡ്രോബാക്ക് എന്താണ്, സംടൈംസ് ഓക്കെ ലോങ്ങർ പ്രോസസ് ആണ് ഫസ്റ്റ് വന്നതെങ്കിൽ FCFS എന്താ ചെയ്യുക, ആ ലോങ്ങർ പ്രോസസ്സിനെ തന്നെ ഫസ്റ്റ് ചെയ്യും. ഓക്കെ, P1 ആണ് ലോങ്ങർ എങ്കിൽ P1 തന്നെ വർക്ക് ചെയ്യും. ഓക്കെ, അവിടെ നമുക്ക് മാറ്റാനോ സ്വിച്ച് ചെയ്യാനോ ഒന്നും പറ്റില്ല. ഓക്കെ, സോ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഓക്കെ, സോ അതിനെയാണ്. അപ്പൊ എന്ത് ചെയ്യും, ഷോർട്ട് പ്രോസസ് എന്ത് ചെയ്യേണ്ടി വരും, വെയിറ്റ് ചെയ്യേണ്ടി വരും അണ്ടിൽ ദ കംപ്ലീഷൻ ഓഫ് ലോങ് പ്രോസസ്. സോ ദാറ്റ് കോൺസെപ്റ്റ് ഓർ ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് കോൺവോയ് എഫക്റ്റ്. ഓക്കെ, അതാണ് FCFS ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഇത് നോൺ പ്രിമിറ്റീവ് അൽഗോരിതം ആണ്. CPU നമുക്ക് എടുക്കാൻ പറ്റില്ല, സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. CPU ഒരു പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ദെയർ ടിൽ ദ കംപ്ലീഷൻ. ഓക്കെ, സോ ഇവിടെ വരുന്ന ഓർഡറിനനുസരിച്ചിരിക്കും വെദർ വെയിറ്റിംഗ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, നോർമലി FCFS എന്താ ചെയ്യുക, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. ഫസ്റ്റ് ആര് വരുന്നു അവരെ വർക്ക് ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പൊ അതിൽ കുറച്ച് കേസ് പഠിക്കണം നമ്മൾ. അപ്പൊ ഇതിൽ ഫസ്റ്റ് എക്സാമ്പിൾ ഓക്കെയാണ്. ഓക്കെ, നമ്മൾ നോക്കിയതാണ്. സെക്കൻഡ് എക്സാമ്പിളിന്റെ കേസ് നോക്കൂ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് എക്സാമ്പിൾ പ്രോസസ് ഉണ്ട്. ദർ ആർ 4 പ്രോസസ്, ബേർസ്റ്റ് ടൈംസ് ആർ ഗിവൺ. ഓക്കെ, ദെൻ അറൈവൽ ടൈംസ് ആർ ഡിഫറെന്റ്. നോക്കൂ, അവർ വന്ന ടൈം ഡിഫറെന്റ് ആണ്. അറൈവ് ചെയ്ത ടൈം, റെഡിക്യൂലോട്ട് വന്ന ടൈം, നേരത്തെ നിങ്ങൾ പഠിച്ചത് എന്താ, എല്ലാവരും ഒരേ സമയത്ത് വന്നു. ആൻഡ് ദ ഓർഡർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ എന്താ, അറൈവൽ ടൈം ഉണ്ട്, കണ്ടോ, ഒരാൾ 0, അറൈവൽ ടൈം 0, അതായത് അവര് ഫസ്റ്റ് വന്നു. നെക്സ്റ്റ് അറൈവൽ ടൈം 1 ആണ്, അടുത്ത 2, അടുത്ത 3. അറൈവൽ ടൈം കൂടെ തരുന്ന പ്രോബ്ലം യു ഹാവ് ടു സ്റ്റഡി. ഓക്കെ, അപ്പൊ നോർമലി അറൈവൽ ടൈം തന്നിട്ടില്ലെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 0. ഓക്കെ, ഓൾ ദ പ്രോസസ് കം ടു ദ റെഡി ക്യൂ അറ്റ് ദ സെയിം ടൈം. ഓക്കെ, ഇവിടെ ഡിഫറെന്റ് ടൈം ആണ്. ഓക്കെ, സോ അതിന്റെ സൊല്യൂഷൻ നമുക്ക് നോക്കണം. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താ, അറൈവൽ ടൈം 0 ആരാണെന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യുക. അറൈവൽ ടൈം 0 ആരാണ്, എനിക്ക് റെസ്പോൺസ് വേണേ, പ്രോബ്ലം ആണ്. ഓക്കെ, അറൈവൽ ടൈം 0 ആരാണ്, വിച്ച് പ്രോസസ് അറൈവൽ ടൈം 0 ആയിട്ട് കിടക്കുന്നത് ആരാണ്, P1 ആണ്. ഓക്കെ, സോ P1 എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. ഓക്കെ, P1ന്റെ ബേസ്റ്റ് ടൈം എത്രയാണ്, 5. സോ 0 മുതൽ 5 വരെ P1 വർക്ക് ചെയ്യും. ഓക്കെ, സോ അത് കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് 5 മില്ലി സെക്കൻഡ് ആയി. 5 മില്ലി സെക്കൻഡ് ആവുമ്പോഴേക്ക് അറൈവൽ ടൈം P2 വന്നിട്ടുണ്ട്, P3 വന്നിട്ടുണ്ട്, P4 വന്നിട്ടുണ്ട്. കാരണം എന്താ, അറൈവൽ ടൈം 1, 2, 3 ആണ്. ഇവിടെ ടൈം ഇപ്പൊ എത്രയായി, 5 ആയി. ഓക്കെ, 5 ആവുമ്പോഴേക്ക് 5 സെക്കൻഡോ മില്ലി സെക്കൻഡോ എന്തോ ആയിക്കോട്ടെ, ആ 5 ആവുമ്പോഴേക്ക് ആരൊക്കെ അറൈവ് ചെയ്തിട്ടുണ്ട്, P2 വന്നിട്ടുണ്ട്, P3 വന്നിട്ടുണ്ട്, P4 വന്നിട്ടുണ്ട്. ഓക്കെ, വന്നിട്ടുണ്ട്. അപ്പോൾ
ഫസ്റ്റ് വന്ന ആരാണ്? അറൈവൽ ടൈം സീറോന്റെ കേസ് നമ്മൾ നോക്കി. നെക്സ്റ്റ് ഫസ്റ്റ് തന്നെ വന്നത് ആരാണ്? P2 ആണ് വന്നത്. കാരണം എന്താ, അറൈവൽ ടൈം 1-ൽ വന്നിട്ടുണ്ട് അവര്. ഓക്കെ, 1 മില്ലി സെക്കൻഡിൽ വന്നിട്ടുണ്ട് അവര്. ഓക്കെ, അപ്പോൾ P2 വർക്ക് ചെയ്യും. ഓക്കെ, P2 വർക്ക് ചെയ്യും. എത്ര യൂണിറ്റ് ആണ് ബേസ് ടൈം? 3 ആണ്. സോ 5 + 3 8. ഓക്കെ, നെക്സ്റ്റ് ആരാ? അറൈവൽ ടൈം സെക്കൻഡ് മില്ലി സെക്കൻഡിൽ ആരാ വന്നത്? ഓക്കെ, രണ്ടാമത്തെ മില്ലി സെക്കൻഡിൽ വന്നത് P3 ആണ്. ആ വന്ന ഓർഡറിൽ തന്നെ ചെയ്യും. ജസ്റ്റ് അറൈവൽ ടൈം സീറോന്റെ കേസ് മാത്രം നോക്കിയാൽ മതി. ബാക്കി വന്ന ഓർഡറിൽ തന്നെ എന്ത് ചെയ്യും? എടുക്കും. സോ P1 ആദ്യം വർക്ക് ചെയ്യും. ഓക്കെ, 5 യൂണിറ്റ്, അറൈവൽ ടൈം 0 ആണ്. അത് കഴിഞ്ഞിട്ട് 5 യൂണിറ്റ് ആകുമ്പോഴേക്ക് എല്ലാവരും വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ വന്ന ഓർഡർ തന്നെ സെലക്ട് ചെയ്യണം. P2 ചെയ്യും 3 യൂണിറ്റ്, P3 എടുക്കും 8 യൂണിറ്റ്. സോ 16 ആയി. P4 നെക്സ്റ്റ് 6 യൂണിറ്റ്, 16ഉം 6ഉം 22. സോ ടോട്ടൽ 22. ലാസ്റ്റ് കംപ്ലീഷൻ ടൈം 22 ആണ്. ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. എങ്ങനെയാന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഞങ്ങൾ ഇതുപോലെ ഗാൺ ചാർട്ട് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം വെദർ യുവർ ആൻസർ ഈസ് കറക്റ്റ് ഓർ നോട്ട്. ഓക്കെ, എങ്ങനെ വെരിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇഫ് ദർ ഇസ് നോ ഡിലേ, വേറെ ഡിലേ കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആഡ് ദിസ് ബേസ്റ്റ് ടൈം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ആസ് 22 ആൻഡ് ഹിയർ ഓൾസോ യു വിൽ ബി ഗെറ്റിംഗ് ദ ഫൈനൽ കംപ്ലീഷൻ ആസ് 22. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പിക്കാം യു ഹാവ് ഡൺ ഇറ്റ് കറക്റ്റ്ലി. ഓക്കെ, ഈ ബേസ്റ്റ് ടൈമിന്റെ റിസൾട്ടും ഇവിടെ കിട്ടുന്ന റിസൾട്ടും സെയിം ആയിരിക്കും. ഓക്കെ, എപ്പോഴാണ് ഇവിടെ ഒരു ഐഡിയൽ കേസ് ഒന്നും ഇല്ല. അത് നെക്സ്റ്റ് കേസിൽ ഞാനൊരു ഐഡിയൽ കേസ് പറയും. ഇഫ് ദർ ഈസ് നോ ഐഡിയൽ കേസ്, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, അറൈവൽ ടൈം 0 ഉള്ള ആളെ ഫസ്റ്റ് കൺസിഡർ ചെയ്യാം. അറൈവൽ ടൈം ഫസ്റ്റ് ക്വസ്റ്റിന്റെ കേസിൽ അറൈവൽ ടൈമേ തന്നിട്ടില്ല, എല്ലാം 0 ആണ്. സോ ഇറ്റ് ഡസന്റ് മാറ്റർ, വൺ ഓർഡറിൽ ചെയ്യാം. ഇനി അറൈവൽ ടൈം തന്നിട്ടുണ്ട്. ഓക്കെ, അത് ഇവിടെ P1 തന്നെയാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് 0 അറൈവൽ ടൈമിൽ. സോ P1 ചെയ്യാം. ഇനിയിപ്പോ P3 ആണ് ഇവിടെ 0 ആയിട്ട് കിടക്കുന്നതെങ്കിൽ P3 ആയിരുന്നു ഫസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അറൈവൽ ടൈം 0 ഉള്ള ആളായിരിക്കും ഫസ്റ്റ് വർക്ക് എന്തായാലും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വന്ന ഓർഡർ പെർഫോം ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് കിട്ടി. അപ്പൊ ഇത് ചെക്ക് ചെയ്യുക, ക്രോസ് ചെക്ക് ചെയ്യുക വെദർ ഇറ്റ് ഇസ് കറക്റ്റ് ഓർ നോട്ട്. ഓക്കെ, അതൊരു ട്രിക്കാണ്. ഓക്കെ, അത് നിങ്ങൾ ഇതിൽ ചെയ്യണ്ട, ബട്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ വെദർ യു ഹാവ് ഡൺ ഇറ്റ് കറക്റ്റ്ലി ഓർ നോട്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. ഓക്കെ, ദെൻ പ്രോസസ്സിന്റെ ഇത് എടുക്കുക, അറൈവൽ ടൈം, ബേസ്റ്റ് ടൈം, കംപ്ലീഷൻ ടൈം എഴുതുക. കംപ്ലീഷൻ ടൈം P1 5 ആണ്, P2 8, P3 16, P4 22. ദെൻ ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കുക. ഹൗ? കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം ചെയ്യുക, യു വിൽ ഗെറ്റ് ദ ആൻസർ. വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കുക, ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം ആണ് ചെയ്യേണ്ടത്. കിട്ടി. ആൻഡ് ആവറേജ് എടുക്കുക. ദർ ആർ 4 പ്രോസസ്. സോ ഡിവൈഡ് ദ ആൻസർ ബൈ 4. ഡിവൈഡ് ദ ആൻസർ ബൈ 4. ക്ലിയർ ആണോ? അറൈവൽ ടൈം വരുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ അറൈവൽ ടൈം വരുമ്പോൾ നോക്കുക. ഓക്കെ, ഇപ്പൊ ഇവിടെ ഈ ഒരു കേസിൽ ഇഷ്യൂ ഇല്ല, P1 തന്നെയാണ് 0 അറൈവൽ ടൈം. ഇവിടെ ഇപ്പം സപ്പോസ് P3 ആണ് 0 ആയിട്ട് വന്നതെങ്കിൽ P3 ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, P3 ആണ് ചെയ്യേണ്ടത്. അത് നോക്കിയിട്ട് ചെയ്യാം. ക്ലിയർ ആണോ? ഈ ഒരു എക്സാമ്പിൾ ക്ലിയർ ആണോ? ഒന്ന് വേഗം റെസ്പോണ്ട് ചെയ്തേ. ബിക്കോസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വെരി സിമ്പിൾ. ഓക്കെ, അപ്പോൾ ആ വെരി സിമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് സംടൈംസ് എന്താണ് ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ഈ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് മേ ബി കൂടുതൽ ചാൻസ്, അറൈവൽ ടൈമിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സോ ഇതായിരിക്കണം കുറച്ചും കൂടെ പഠിക്കേണ്ടത്. ഈ ഒരു ഫോർമാറ്റ് ആണ് പഠിക്കേണ്ടത്. ഓക്കെ, ഇത് ഞാൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഇസ് എ ട്രിക്ക്. ഓക്കെ, നിങ്ങൾക്ക് അത് കറക്റ്റ് ആണെന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡ് മാത്രം ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഒരു കേസ് നോക്കൂ അറൈവൽ ടൈം. ഓക്കെ, 4 പ്രോസസ് ഉണ്ട്, അറൈവൽ ടൈം ഉണ്ട്, ബേസ്റ്റ് ടൈം ഉണ്ട്. ഓക്കെ, ഇപ്പൊ നോക്കൂ, ഫസ്റ്റ് അറൈവൽ ചെയ്തത് പ്രോസസ് അറൈവൽ ടൈം 0 ആയിട്ടുള്ള കാര്യം തന്നെയാ P1 തന്നെയാണ്. സോ P1 ആണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എത്ര യൂണിറ്റ് P1 വർക്ക് ചെയ്യും? 2 യൂണിറ്റ്. സോ 0 മുതൽ 2 യൂണിറ്റ് വരെ P1 തന്നെ വർക്ക് ചെയ്യുന്നു. കാരണം P1 ആണ്, അറൈവൽ ടൈം ഇല്ല. ഓക്കെ, ഇപ്പൊ റെഡിയായി നിൽക്കുന്നത് P1 ആണ്. സോ P1 വർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മുടെ ടൈം യൂണിറ്റ് എത്രയേ ആയുള്ളൂ? 2 ആയിട്ടേ ഉള്ളൂ. സോ അറൈവൽ ടൈം നെക്സ്റ്റ് എന്താണ് നോക്കി. അറൈവൽ ടൈം 2 ആയപ്പോൾ ആരും വന്നിട്ടില്ല. വന്നിട്ടുണ്ടോ ആരെങ്കിലും? P2 comes when arrival time is 3. 3 മില്ലി സെക്കൻഡോ 3 സെക്കൻഡിലോ ആണ് P2 വരുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ടൈം യൂണിറ്റ് ഇപ്പൊ എത്രയേ ആയിട്ടുള്ളൂ? 2 ആയിട്ടുള്ളൂ. 2 മില്ലി സെക്കൻഡ് ഓർ സെക്കൻഡ് ആയിട്ടുള്ളൂ. സോ ഇപ്പൊ ആരും വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ 2 മില്ലി സെക്കൻഡ് മുതൽ 3 മില്ലി സെക്കൻഡ് വരെ ഒന്നും ചെയ്യുന്നില്ല, ഐഡിയലാണ്. കാരണം എന്താ? നോ അതർ പ്രോസസ് ഈസ് ദെയർ ഇൻ റെഡി ക്യൂ. റെഡി ക്യൂവിൽ എപ്പോഴാണ് വരുന്നത്? 3 യൂണിറ്റിലും 3 സെക്കൻഡിലും 5 സെക്കൻഡിലും 7 സെക്കൻഡിലുമാണ് പ്രോസസ്സ് വരുന്നത്. സോ നിങ്ങളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളൂ 2 സെക്കൻഡ് മാത്രമേ P1 വർക്ക് ചെയ്തിട്ടുള്ളൂ. കാരണം ബേസ്റ്റ് ടൈം 2 ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട്
ആ ഒരു 1 സെക്കൻഡ് ആരും വന്നിട്ടില്ല. സോ ദ കേസ് ഈസ് ഐഡിൽ. ഓക്കെ, നെക്സ്റ്റ് 3 യൂണിറ്റ് ആയി, 3 സെക്കൻഡ് ആയി. 3 സെക്കൻഡ് ആയപ്പോൾ ആര് വന്നു? P2 വന്നു. ഓക്കെ, P2 വന്നു. P2ന്റെ ബേസ്റ്റ് ടൈം 1 ആണ്. സോ 3 മുതൽ 4 വരെ 1 യൂണിറ്റ് അല്ലേ, 1 സെക്കൻഡ് ആര് വർക്ക് ചെയ്യും? P2 വർക്ക് ചെയ്യും. നൗ ഇപ്പൊ 4 മില്ലി സെക്കൻഡ് ആയി ചെയ്തിട്ട്. ഓക്കെ, 4 മില്ലി സെക്കൻഡ് നോക്കുമ്പോൾ എന്താണ്? P1 കഴിഞ്ഞു, P2 കഴിഞ്ഞു. ഇനി P3 P4 ആ, ബട്ട് ദേ ഹാവ് നോട്ട് യെറ്റ് കം. റെഡിക്യൂൽ എത്തിയിട്ടില്ല അവര്. 4 മില്ലി സെക്കൻഡ് ആയി, ബട്ട് 4 മില്ലി സെക്കൻഡിൽ ആരും എത്തിയിട്ടില്ല. ബിക്കോസ് P3 എപ്പോഴാ വരുന്നത്? 5 മില്ലി സെക്കൻഡിലാണ് വരുന്നത്. ആൻഡ് P4 ആണെങ്കിലോ 7 മില്ലി സെക്കൻഡിലാണ് വരുന്നത്. സോ എന്താണ്? 4 മുതൽ 5 വരെ പിന്നെ എന്താണ് കേസ്? ഐഡിലാണ്. ഓക്കെ, ആ ഒരു യൂണിറ്റ് പിന്നെയും ഐഡിലായി കിടന്നു, CPU ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് മില്ലി സെക്കൻഡ് ആയി. സോ 5th മില്ലി സെക്കൻഡ് ആയപ്പോൾ ആര് വന്നു? P3 വന്നു. P3 എത്ര വർക്ക് ചെയ്യണം? 2 മില്ലി സെക്കൻഡ് വർക്ക് ചെയ്യണം. സോ 5 + 2 7 ആയി. 7ൽ ആര് വന്നു? P4 വന്നു. P4 എത്ര യൂണിറ്റ്? 3 മില്ലി സെക്കൻഡ്. സോ 7 + 3 10 ആയി. അപ്പോൾ കംപ്ലീറ്റഡ്. ഓക്കെ, സോ ഈ ഐഡിൽ വരുമ്പം നിങ്ങൾക്ക് ഇതുപോലെ ചെക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നോക്കൂ, ബേസ്റ്റ് ടൈം ടോട്ടൽ എത്രയാ? 3 + 2 5 6 7 8 വരുന്നുള്ളൂ. ഓക്കെ, 8 വരുന്നുള്ളൂ. ബട്ട് ഹിയർ എന്താണ് കംപ്ലീഷൻ ടൈം കിട്ടിയിട്ടുള്ളത്? 10 ആണ്. എങ്ങനെയാ വന്നത്? 2 മില്ലി സെക്കൻഡ് ഐഡിലാണ്. ഓക്കെ, അതുകൊണ്ട് ഐഡിലായിട്ട് വരുന്ന കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഐഡിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം. എപ്പോഴും ഐഡിൽ കേസ് വന്നെന്ന് മനസ്സിലായോ? അറൈവൽ ടൈം കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, ഇതാണ് കുറച്ചും കൂടെ ഹൈ ലെവൽ പ്രോബ്ലം. ഓക്കെ, നമ്മൾ നോക്കൂ, സീറോ ടൈം ആണെങ്കിൽ അത് അപ്പം തന്നെ എക്സിക്യൂട്ട് ചെയ്യുക. നെക്സ്റ്റ് 2 മില്ലി സെക്കൻഡ് ആയി. 2 മില്ലി സെക്കൻഡിൽ ഏത് പ്രോസസ്സാണ് വന്നേ നോക്കുക. ഒരു പ്രോസസ്സും വന്നിട്ടില്ല. സോ 2 മുതൽ നെക്സ്റ്റ് വരുന്നത് 3ലാണ്. സോ 2 to 3 ഐഡിൽ. 3ൽ ആര് വന്നു? P2 വന്നിട്ടുണ്ട്. P2 വർക്ക് ചെയ്യാം. നെക്സ്റ്റ് 4 ആയി. 4 മില്ലി സെക്കൻഡ് നോക്കി. 4 മില്ലി സെക്കൻഡിൽ ആരുമില്ല. കംപ്ലീഷൻ ടൈം 4 മില്ലി സെക്കൻഡിലാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് P2. ആ ടൈമിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. ബിക്കോസ് P3യുടെ അറൈവൽ ടൈം 5 ആണ്. ഓക്കെ, സോ 4 to 5 പിന്നെയും ഐഡിൽ. ഓക്കെ, ഇനി 5 മുതൽ നമുക്ക് എന്ത് ചെയ്യാം? P3 വർക്ക് ചെയ്യാം. അപ്പോഴേക്കും P4 വന്നിട്ടുണ്ട്. സോ ദ പ്രോസസ് കണ്ടിന്യൂസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ഒക്കെ സെയിം ആയി. ഈ ഗാൺ ചാർട്ട് വരക്കാൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അത് 3 ഡിഫറെന്റ് കേസിൽ പഠിക്കുക. ക്ലിയർ ആണോ? അറൈവൽ ടൈം 0 ആയ കേസ്, അറൈവൽ ടൈം തന്നിട്ടുള്ള 2 കേസ്, അത് ഐഡിൽ കേസും വരാം അല്ലാതെയും വരാം. ഈ ഒരു 3 കേസ് പഠിച്ചാൽ യു ക്യാൻ ഡു എനി പ്രോബ്ലം. ഇനി അങ്ങോട്ട് വേറൊരു ക്വസ്റ്റ്യൻ വരാനില്ല. ഓക്കെ ആണോ? ഏതെങ്കിലും പ്രോബ്ലം ഒന്നും കൂടെ ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പം മെസ്സേജ് ചെയ്യണം. ബിക്കോസ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ FCFS അറിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് അടുത്ത അൽഗോരിതം പഠിക്കാൻ പറ്റുള്ളൂ. എനിബഡി എനി ഡൗട്ട്സ്? അറൈവൽ ടൈം ഒന്ന് സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. ഈ അറൈവൽ ടൈമും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ കംപ്ലീഷൻ ടൈം ആണ് ഗാൺ ചാർട്ടിൽ എഴുതുന്നത്. ഓക്കെ, ഗാൺ ചാർട്ടിൽ കംപ്ലീഷൻ ടൈം ആണ് എഴുതുന്നത്. സോ ആ ടൈമിൽ ഒന്ന് ചെക്ക് ചെയ്യുക. ഇത് ക്ലിയർ ആണോ? അനുജ, മിൻഹാജ്, അഭിനവ്, ആദിത്യ, അമിന, അഞ്ജിത, അരുൺദത്ത്, ഖദീജ, നബീൽ, ഋഷികേശ്, റാസി, സാരംഗ്, വിഷ്ണു, യാദവ്. ഇന്ന് തന്നെ പോയിട്ട്, ഇന്നിപ്പോൾ നാളെ എക്സാം ആണ്. ഓക്കെ, കുഴപ്പമില്ല. സീരീസ് എക്സാം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ എന്ത് ചെയ്യുക? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കുക കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ പേഴ്സണലി when you are doing, or you can ask me in the class. Okay, so one more question FCFS ൽ ചെക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് എത്ര പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുമോ ഇറ്റ് വിൽ ബി ഗുഡ്. ഓക്കെ, നോക്കൂ, there are 5 process. Arrival time is given 2 0 2 3 4 and burst time also given. Okay, so നോക്കൂ, ഇവിടെ ഫസ്റ്റ് ആരാണ് അറൈവ് ചെയ്തത്? അറൈവൽ ടൈം 0 ആയതാരാണ്? വിച്ച് പ്രോസസ്? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. വിച്ച് പ്രോസസ്? ഇത് ഡിഫറെന്റ് സിറ്റുവേഷൻസ് വരുന്ന 4 ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തതാണ് നിങ്ങൾക്ക് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട്. അതോ ഏത് ക്വസ്റ്റ്യൻ വന്നാലും യു ഹാവ് ടു റൈറ്റ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് അറൈവ് ചെയ്യുന്നത് ആരാണ്? അറൈവൽ ടൈം 0 ആയിട്ട് കിടക്കുന്ന ആരാണ്? P2 അല്ലേ? അപ്പൊ P2 അറൈവൽ ടൈം ഫസ്റ്റ് വന്നിട്ടത് P2 ആണ്. സോ P2 ആണ് നമ്മൾ ചെയ്യേണ്ടത്. FCFS ആണെന്ന് വിചാരിച്ചിട്ട് അപ്പൊ തന്നെ P1 എഴുതി വെക്കരുത്, ഫുള്ള് തെറ്റും. പിന്നെ അങ്ങോട്ട് P1 ഇവിടെ നിങ്ങൾ ഫസ്റ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, ഫുൾ ക്രോസ് അവർ ചെയ്യും.
ഓക്കെ, ഇവിടെ അറൈവൽ ആയിട്ട് ഫസ്റ്റ് വന്നിട്ടുള്ളത് P2 ആണ്. സോ P2 ഷുഡ് ബി എക്സിക്യൂട്ടഡ്. സോ എത്ര യൂണിറ്റ്? 1 മില്ലി സെക്കൻഡ് വേണ്ടുള്ളൂ. സോ 0 മുതൽ 1 മില്ലി സെക്കൻഡ് വരെ P2 ചെയ്തു. ഓക്കെ, അപ്പൊ കംപ്ലീഷൻ ടൈം 1 ആയി. ഈ 1 മില്ലി സെക്കൻഡിൽ ഇനി ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. P1 വന്നിട്ടുള്ളത് 2ലാണ്, P3 വന്നിട്ടുള്ളതും 2ലാണ്, P4 ഒക്കെ പിന്നേ വരുന്നുള്ളൂ. ഓക്കെ, സോ 1 to 2 ആ ഒരു ഗ്യാപ്പ് ഐഡിലാണ്. ഓക്കെ, 1 to 2 ആരും വന്നിട്ടില്ല. സോ 2 മില്ലി സെക്കൻഡ് ആയി. 2 മില്ലി സെക്കൻഡ് ആയപ്പോ കംപ്ലീഷൻ ടൈം ആയപ്പോ P1 വന്നു, P3 വന്നു. അപ്പൊ അവിടെ ടൈ വന്നു. സി, ടൈ വന്നു. P1 വന്നു, P3 വന്നു. ഓക്കെ, രണ്ടുപേരും റെഡി ക്യൂലോട്ട് വന്നു. ബട്ട് FCFSന്റെ കേസിൽ നമ്മൾ എന്താ ചെയ്യുക? ലെസ് ഐ ഡി, പ്രോസസ് ഐ ഡി ചെറുതാരാണോ അവരെയാണ് എടുക്കുക. അതായത് P1 ആണ്, P1 ഉം P3 ആണെങ്കിൽ P1നെയാണ് നമ്മൾ എടുക്കുക. ബിക്കോസ് ദ ഐ ഡി വിത്ത് ലോവസ്റ്റ് നമ്പർ ഇസ് ടേക്കൺ ഫസ്റ്റ്. ഒരു ടൈ വന്നു കഴിഞ്ഞാൽ ദ ഐ ഡി വിത്ത് ലോവസ്റ്റ് നമ്പർ. സോ P1 ഉം വന്നു, P3 ഉം വന്നു. ഓക്കെ, അപ്പൊ P1 ആണ് 1 ലെസ് ദാൻ 3 ആയതുകൊണ്ട് P1ന്റെ ഐ ഡി കുറവായതുകൊണ്ട് P1 നമ്മൾ എടുക്കും. ഓക്കെ, അപ്പൊ P1 ആണ് വർക്ക് ചെയ്യുക. ടൈ വന്നു, P1 വർക്ക് ചെയ്യും. P1 എത്ര യൂണിറ്റ്? 2 മില്ലി സെക്കൻഡ്. സോ 2 + 2 4 ആയി. അപ്പൊ നമുക്കറിയാം P3യും റെഡിയാണ്. ഓക്കെ, അപ്പൊ P1 ചെയ്ത് കഴിഞ്ഞിട്ട് യു ക്യാൻ സെലക്ട് ദ P3. ഓക്കെ, P3 സെലക്ട് ചെയ്യുക. കാരണം ആ സമയത്ത് P4 ഒക്കെ വന്നിട്ടുണ്ടാവും. കാരണം 4 ആയല്ലോ. 4 ആവുമ്പോഴേക്ക് P4ഉം P5ഉം ഒക്കെ വന്നിട്ടുണ്ടാവും. ഓക്കെ, സോ എന്താണ്, നേരത്തെ ഒരു ടൈ ഉണ്ടായിരുന്നു. ആ ടൈയിൽ നിങ്ങൾ P1നെ സെലക്ട് ചെയ്തു. P1 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആരെ സെലക്ട് ചെയ്യണം? P3 പെൻഡിങ് ആണ്. സോ P3 എക്സിക്യൂട്ട് ചെയ്യണം. 3 മില്ലി സെക്കൻഡ്, 7 ആയി. നെക്സ്റ്റ് ആരാ വന്നത്? അറൈവൽ ടൈം 3. 3ൽ ആര് വന്നിട്ടുണ്ട്? P4 ആ ഫസ്റ്റ് വന്നത്. P4 വന്നിട്ടേ P5 വന്നിട്ടുള്ളൂ. സോ P4 എക്സിക്യൂട്ട് ചെയ്യുക. 5 മില്ലി സെക്കൻഡ്. 7 + 5 12. ഓക്കെ, നെക്സ്റ്റ് ആരാ വന്നത്? ലാസ്റ്റ് വന്നതാണ് P5. ഓക്കെ, 4 മില്ലി സെക്കൻഡിൽ 12 + 4 16. ഓക്കെ, ഇവിടെയും ഐഡിൽ കേസ് വരുന്നത് കൊണ്ട് ദിസ് വോണ്ട് മാച്ച്. ഇത് നമുക്ക് ടോട്ടൽ 15 ആണ് വരിക. ഹിയർ നമുക്ക് 16 കിട്ടും. കാരണം ഒന്ന് ഐഡിയലായി പോയിട്ടുണ്ട്, 1 മില്ലി സെക്കൻഡോ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. കണ്ടോ, ഇവിടെ വാരിയേഷൻ എപ്പോഴും അറൈവൽ ടൈം ഫസ്റ്റ് ആക്ക് മാത്രമാണ് 0 ആവുക എന്ന് വിചാരിക്കരുത്. അറൈവൽ ടൈം എവിടെ വേണേലും 0 വരാം. സോ അവർ തന്നെ ഫസ്റ്റ് ചെയ്യണം. ഇനി 2 പേര് 0 വന്നാലോ? ദ പ്രോസസ് വിത്ത് ലെസ് ലോവർ നമ്പർ ഫസ്റ്റ്. അപ്പോൾ P2 ഉം 0 ആണ്, P4 ഉം 0 ആണെങ്കിൽ P2 ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ദ പ്രോസസ് വിത്ത് ലെസ് വാല്യൂ. ഓക്കെ, അതാണ് FCFSന്റെ കണ്ടീഷൻ. സോ ഇങ്ങനെ വേണം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി കാൽക്കുലേഷൻസ് ഒക്കെ എല്ലാത്തിലും സെയിം ആണ്, എല്ലാ അൽഗോരിതത്തിലും സെയിം ആണ്. ഈ കാൽക്കുലേഷൻ ഇസ് സെയിം. ഈ ഗാൻ ചാർട്ടിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഡിഫറൻസ് ഉള്ളൂ. സോ ഇതാണ് 4 സിറ്റുവേഷൻസ് ഓഫ് FCFS. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് സിറ്റുവേഷൻ വിത്ത് നോ അറൈവൽ ടൈം. എല്ലാവരും ഒരുമിച്ച് അങ്ങ് വന്നു. അറൈവൽ ടൈം സെയിം ആണ്. ക്വസ്റ്റ്യനിൽ ഇഫ് അറൈവൽ ടൈം ഈസ് സെയിം, അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ തന്നെ യു കൺസിഡർ ഇറ്റ് ആസ് 0. ഓക്കെ, അൺലെസ് ആൻഡ് അതർവൈസ് ഇറ്റ് ഇസ് സ്പെസിഫൈഡ്. ഓക്കെ, അല്ല അറൈവൽ ടൈം 0 ആയിട്ട് തന്നെ തരാം നിങ്ങൾക്ക് ടേബിൾ ആയിട്ട്. ഓക്കെ, അപ്പോൾ ആ രീതിക്ക് ചെയ്തോളൂ. വന്ന ഓർഡറിൽ തന്നെ, അവിടെ ഒന്നുമില്ല, വന്ന ഓർഡറിൽ അങ്ങ് പെർഫോം ചെയ്യേ വേണ്ടുള്ളൂ. എല്ലാവരും സെയിം ആണ്. സെക്കൻഡ് കേസിൽ നമുക്ക് ഡിഫറെന്റ് അറൈവൽ ടൈം വന്നു. ഡിഫറെന്റ് അറൈവൽ ടൈം വന്നിട്ട് നമ്മൾ എങ്ങനെ പെർഫോം ചെയ്തു നോക്കി. ഓക്കെ, P1 ഫസ്റ്റ് വന്നു, അത് പെർഫോം ചെയ്തു. അങ്ങനെ നമുക്ക് ഗാൻ ചാർട്ട് വരക്കാം. സോ ദർ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. ഐഡിയൽ കേസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ കമ്പയർ. ഇനി ഐഡിയൽ കേസ് വരുന്നത്, ഐഡിയൽ കേസ് വരുമ്പോൾ നമ്മൾ എന്താണ്, എപ്പോഴും നമ്മൾ അറൈവൽ ടൈം തന്നിട്ടുണ്ടെങ്കിൽ ഈ കംപ്ലീഷൻ ടൈമും അറൈവൽ ടൈമും ആയിട്ട് ചെക്ക് ചെയ്യണം ആരൊക്കെയാണ് വന്നിട്ടുള്ളത്, ആരൊക്കെയാണ് വന്നിട്ടുള്ളതും. ഓക്കെ, അപ്പോൾ ഐഡിയൽ വരാം. ഐഡിയൽ വരുവാണെങ്കിൽ അതും കൂടെ നോക്കിയിട്ട് വേണം കംപ്ലീഷൻ ടൈം ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഈ ഒരു ചേഞ്ച് അറൈവൽ ടൈം വേറെ ഏതെങ്കിലും ഒരു പ്രോസസ്സ് P2 ഓ P3 ഒക്കെ വന്നെങ്കിൽ എങ്ങനെ നമ്മൾ ചെയ്യും? ഓക്കെ, ഇവിടെ അറൈവൽ ടൈം 0 വന്നത് P2നാണ്. സോ P2 ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ആഫ്റ്റർ ദാറ്റ് മാത്രമേ നിങ്ങൾ ബാക്കിയുള്ളത് കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. അതും കംപ്ലീഷൻ ടൈമും അറൈവൽ ടൈമും മാച്ച് ചെയ്യണം. ഓക്കെ, ഇവിടെ 2 മില്ലി സെക്കൻഡ് കംപ്ലീറ്റ് ആയി. അപ്പൊ തന്നെ 2 ആള് വന്നു. അത് ലോവസ്റ്റ് ആരാണോ അവർ പെർഫോം ചെയ്യാം. ഓക്കെ, ടൈ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? സഫീൽ, സങ്കീർത്തന, സെജാൾ, ഷബിൻ, തുളസി, വൈഷ്ണവി, വൈഷ്ണ, ക്ലിയർ ആണോ? ഓക്കെ, സോ FCFS ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് നിങ്ങൾക്ക് ലാബിലും കൂടെ ചെയ്യാനുള്ളതാണ്.
സോ ഈ ഒരു ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സി പ്രോഗ്രാം ചെയ്യാം, ഈസിയാണ്. യു ക്യാൻ ഇൻപുട്ട് ദ നമ്പർ ഓഫ് പ്രോസസ്, ബേഴ്സ് ടൈം യു ക്യാൻ ഇൻപുട്ട്, അറൈവൽ ടൈം യു ക്യാൻ ഇൻപുട്ട്, ദെൻ എന്ത് ചെയ്യാം, യു ക്യാൻ ഡ്രോ ദ ഗാൻ ചാർട്ട്. സി പ്രോഗ്രാമിൽ ഗാൻ ചാർട്ട് ഡ്രോ ചെയ്യാം, ആൻഡ് യു ക്യാൻ ഫൈൻഡ് ദ ടേൺ അറൌണ്ട് ടൈം ആൻഡ് വെയിറ്റിംഗ് ടൈം. ഓക്കെ, അപ്പോൾ FCFS അതാണ് കേസ്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. ഇറ്റ് ഈസ് എ നോൺ പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതം. നോൺ പ്രിയംറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നതിനിടയിൽ CPU വാങ്ങുന്നില്ല. ഇഫ് എ പ്രോസസ് ഇസ് ഡൂയിങ്, ഓക്കെ, ഇവിടെ P2 ചെയ്യുവാണെങ്കിൽ P2 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ, നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് പോകുന്നുള്ളൂ. അതിനിടയിൽ നിങ്ങൾ സ്വിച്ച് ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് നോൺ പ്രിയംറ്റീവ്. സോ FCFS നോൺ പ്രിയംറ്റീവ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന അൽഗോരിതം ആണ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. ഓക്കെ, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ഓർ SJF. ഷോർട്ട് ഫോംസ് യു ഹാവ് ടു സ്റ്റഡി ആൻഡ് ഫുൾ ഫോം ഓൾസോ യു ഹാവ് ടു സ്റ്റഡി. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ SJF എന്ന് വേണമെങ്കിൽ തരാം. ഓക്കെ, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ഷെഡ്യൂളിംഗ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ചെയ്യും. ഓക്കെ, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് പ്രീംറ്റീവും നോൺ പ്രീംറ്റീവ് ആക്കി പറയാം, രണ്ട് രീതിയിൽ പറയാം. ഓക്കെ, ഇപ്പൊ നോക്കൂ, ജസ്റ്റ് എൻ എക്സാമ്പിൾ. ഓക്കെ, ദർ ആർ 4 പ്രോസസ്, ബേഴ്സ് ടൈം തന്നിട്ടുണ്ട്. ഓക്കെ, അറൈവൽ ടൈം 0 ആണ്. ഫസ്റ്റ് കേസിൽ അറൈവൽ ടൈം ഇല്ല, 0 ആണ്. ഓക്കെ, അപ്പോൾ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്താ ചെയ്യുക, ഫസ്റ്റ് എന്ത് ചെയ്യും, ബേഴ്സ് ടൈം ചെക്ക് ചെയ്യും. ബേഴ്സ് ടൈം ചെക്ക് ചെയ്തിട്ട് വിച്ച് ഹാസ് ദ ലോവസ്റ്റ് ബേഴ്സ് ടൈം. ഇവിടെ ആയിരിക്കാം ലോവസ്റ്റ് ബേഴ്സ് ടൈം പറഞ്ഞേ, ലോവസ്റ്റ് ബേഴ്സ് ടൈം ആർക്കാണ്, ടെൽ മീ, ആർക്കാണ് ലോവസ്റ്റ് ബേഴ്സ് ടൈം? എന്താ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാത്തത്, മനസ്സിലായില്ലേ? ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റില് ഷോർട്ടസ്റ്റ് ജോബ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ ഇതില് ബേഴ്സ്റ്റ് ടൈം ഏറ്റവും കുറവ് ആർക്കാണ്, P4 ബിക്കോസ് P4 ഹാസ് 3 ബേഴ്സ്റ്റ് ടൈം, 3 ഉള്ളൂ. ഓക്കെ, 3 മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡ് അവർക്ക് വർക്ക് ചെയ്യേണ്ടുള്ളൂ. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യേണ്ടുള്ളൂ. ബേഴ്സ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ, എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബേഴ്സ്റ്റ് ടൈം എന്ന് പറയുന്നത്. സോ P4 3 മില്ലി സെക്കൻഡ് ചെയ്യേണ്ടുള്ളൂ. സോ ഫസ്റ്റ് P4 സെലക്ട് ചെയ്യും. ഓക്കെ, 3 മില്ലി സെക്കൻഡ് ചെയ്യും. അത് കഴിഞ്ഞു. നെക്സ്റ്റ് ആരാണ്, 6, 8, 7. അതിൽ ഏറ്റവും ലോവസ്റ്റ് ആരാ, P1 ആണ് അല്ലെ. 6 ആണ് ബേഴ്സ് ടൈം, P1 വർക്ക് ചെയ്യും. അടുത്ത തര 8ഉം 7ഉം ആണ്. 8ഉം 7ന്റെ അകത്ത് 7 ആണ് ഏറ്റവും ചെറുത്. സോ P3 വർക്ക് ചെയ്യും. ലാസ്റ്റ് P2 വർക്ക് ചെയ്യും. ഓക്കെ, ഇതാണ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റിന്റെ ഗാൻ ചാർട്ട്. ഓക്കെ, ഗാൻ ചാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ബാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ദ സെയിം പ്രൊസീജിയർ, ടേബിൾ വരക്കുക, ആവറേജ് ടേൺ അറൌണ്ട് ടൈമും ആവറേജ് വെയിറ്റിംഗ് ടൈമും കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ ആവറേജ് വെയിറ്റിംഗ് ടൈം 7 ആണ്, ടേൺ അറൌണ്ട് ടൈം കണ്ടിട്ടില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇതാണ് നോൺ പ്രീംറ്റീവ് SJF. നമ്മൾ ഇവിടെ പ്രീംഷൻ ചെയ്യുന്നില്ല. P4 കംപ്ലീറ്റ് ആയതിനു ശേഷം P1 വന്നു, നെക്സ്റ്റ് P3, നെക്സ്റ്റ് P2. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്ന് പറഞ്ഞ ഷെഡ്യൂളിംഗ്. ഒന്നുമില്ല, കുറച്ച് പ്രോസസ്സ് വന്നിട്ടുണ്ടാവും, ആ പ്രോസസ്സിന് ഷോർട്ടസ്റ്റ് ടൈം ആർക്കാണോ അവരെ സെലക്ട് ചെയ്യാം. ഓക്കെ, അതാണ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. നോൺ പ്രീംറ്റീവ് അൽഗോരിതം ആണ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. സോ ഹിയർ യു ഹാവ് 5 പ്രോസസ്. ഓക്കെ, അറൈവൽ ടൈം ഉണ്ട് 0, 1, 2, 3, 4. ബേഴ്സ് ടൈമും തന്നിട്ടുണ്ട്. ഓക്കെ, ഇതില് എന്താണ് അറൈവ് ചെയ്തിട്ടുള്ളത്, ഫസ്റ്റ് എന്താണ് അറൈവ്, P1 അറൈവ് ചെയ്തിട്ടുണ്ട്. അറൈവൽ ടൈം 0 ആണ് P1ന്റെ. ഓക്കെ, പിന്നെ P2 അറൈവ് ചെയ്യുന്നുണ്ട്, പിന്നെ P3 ആണ്, പിന്നെ 4, പിന്നെ P5. ഇങ്ങനെയാണ് ഓർഡർ. ഓക്കെ, അപ്പൊ നമുക്കറിയാം അറൈവൽ ടൈം ഞാൻ പറഞ്ഞു 0. ഫസ്റ്റ് റെഡി ആയ ആരാണ്, P1 ആണ്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും ചെറിയ ജോബ് എന്ന് പറയുന്ന ആരെയാണ്, P2ന്റെ ആണ്. ഓക്കെ, P2 ആണ് ശരിക്കും പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ജോബ്. അപ്പൊ ശരിക്കും P2 ആണ് വർക്ക് ചെയ്യേണ്ടത്. പക്ഷെ എന്താ, P2 അറൈവ് ചെയ്തിട്ടില്ല. P2ന്റെ അറൈവൽ ടൈം 1 ആണ്. P2 അറൈവ് ചെയ്തിട്ടില്ല. ഓക്കെ, അതിന് മുന്നേ ആര് വന്നിട്ടുണ്ട്, P1 വന്നിട്ടുണ്ട്. സോ P1 ഷുഡ് വർക്ക്. ഓക്കെ, അറൈവൽ ടൈമും കൂടെ നമ്മൾ നോക്കണം. ഓക്കെ, ആക്ച്വലി ഷോർട്ടസ്റ്റ് ജോബ് വർക്ക് ചെയ്യിപ്പിക്കുക എന്നാണ്, ബട്ട് അറൈവൽ ടൈമും കൂടെ നോക്കുക. ഓക്കെ, ഇവിടെ P2ന്റെ കേസിൽ P2 ആണ് ഷോർട്ടസ്റ്റ് ജോബ്, കാരണം 4 ഉള്ളൂ, 4 മില്ലി സെക്കൻഡേ വർക്ക് ചെയ്യേണ്ടുള്ളൂ. ബട്ട് അറൈവൽ ടൈം എത്രയാണ്, 1 ആണ്. കാരണം ഈ 0 ഈ ഒരു ടൈമിൽ അവർ വന്നിട്ടില്ല. ആരാ വന്നത്, P1 ആ വന്നത്. അപ്പൊ P1 വർക്ക് ചെയ്യിപ്പിക്കുക. P1 എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുക, 8 മില്ലി സെക്കൻഡ് വരെ. സോ
8 മില്ലി സെക്കൻഡ് വരെ P1 വർക്ക് ചെയ്തു. ഓക്കെ, 8 മില്ലി സെക്കൻഡ് ആവുമ്പോഴേക്ക് എല്ലാവരും റെഡിയാണ്. ഓക്കെ, കാരണം 4 മില്ലി സെക്കൻഡ് ആവുമ്പോഴേക്ക് എല്ലാ പ്രോസസ്സും റെഡിയാണ്. ഓക്കെ, സോ എന്ത് ചെയ്യാം, ഇനി അങ്ങോട്ട് ഷോർട്ടസ്റ്റ് ജോബിനെ സെലക്ട് ചെയ്യാം. ഓക്കെ, കാരണം എന്താ, ഫസ്റ്റ് വന്നത് നെക്സ്റ്റ് P2, അതായത് ഷോർട്ടസ്റ്റ് ജോബ് P2 ആണ്. P2 വർക്ക് ചെയ്യും. ഓക്കെ, P2 കഴിഞ്ഞു, P1 കഴിഞ്ഞു. ഇനി അടുത്ത ഷോർട്ടസ്റ്റ് ജോബ് ആരാ, P4 ആണ്. 5 മില്ലി സെക്കൻഡേ ഉള്ളൂ. P4 വർക്ക് ചെയ്യും. നെക്സ്റ്റ് ഷോർട്ടസ്റ്റ് ജോബ് ആരാ, P5 ആണ്. 6 അത് വർക്ക് ചെയ്യും. നെക്സ്റ്റ് ഷോർട്ടസ്റ്റ് ജോബ് ലാസ്റ്റ് വരുന്നത് ഏതാണ്, 9 P3 വർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ ഷോർട്ടസ്റ്റ് ജോബ് തന്നെയാണ് നോക്കുക, ബട്ട് അറൈവൽ ടൈമും കൂടെ ചെക്ക് ചെയ്യണം. എന്താ, നമുക്ക് നോർമലി ഷോർട്ടസ്റ്റ് ജോബ് എന്ന് മാത്രം ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ എന്താവും വരിക, P2 ആണ് നിങ്ങൾ ഫസ്റ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, ബട്ട് അപ്പൊ നിങ്ങൾ എന്താ തിങ്ക് ചെയ്യേണ്ടത്, P2 വന്നിട്ടില്ല, P2's അറൈവൽ ടൈം ഈസ് 1 മില്ലി സെക്കൻഡ്. നിങ്ങൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോവേ ഉള്ളൂ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ P2 അറൈവ് ചെയ്തിട്ടില്ല റെഡി ക്യൂല്. ദെൻ ഹൗ യു ക്യാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾ എന്ത് ചെക്ക് ചെയ്യണം, അറൈവൽ ടൈം 0 ആരാ ഉള്ളത്, P1 ആണുള്ളത്. സോ P1 വർക്ക് ചെയ്യിപ്പിക്കുക. അതിന്റെ ബേസ്റ്റ് ടൈം നോക്കണ്ട. ഇഫ് ഇറ്റ് ഈസ് ബിഗർ ഓർ സ്മോളർ നോ പ്രോബ്ലം, P1 വർക്ക് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, P1 8 യൂണിറ്റ് വർക്ക് ചെയ്തു. ഇത് നോൺ പ്രീംറ്റീവ് ആണ്, നിങ്ങൾക്ക് അതിനെ ഫോഴ്സ്ഫുള്ളി മാറ്റാനൊന്നും പറ്റില്ല. P1 ഫുൾ ആയിട്ട് വർക്ക് ചെയ്യണം. എന്നിട്ട് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഷോർട്ടസ്റ്റ് ജോബ് പോലെ നിങ്ങൾക്ക് ചെയ്യാം. കാരണം ആ ഒരു 8 മില്ലി സെക്കൻഡ് ആവുമ്പോഴേക്ക് നിങ്ങൾ അറൈവൽ ടൈം നോക്കൂ, എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും റെഡി ആണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഷോർട്ടസ്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, കാരണം 4 മില്ലി സെക്കൻഡ് ആവുമ്പോഴേക്ക് ബാക്കി എല്ലാവരും റെഡിയാണ്. ഇവിടെ നിങ്ങൾ അപ്പോഴേക്കും കംപ്ലീഷൻ ടൈം എത്രയായി, 8 മില്ലി സെക്കൻഡ് ആയി. ഓക്കെ, സോ യു ക്യാൻ സെലക്ട് ദ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. അതിനുശേഷം നിങ്ങൾക്ക് P2, P4, P5, P3 ആ ഓർഡർ സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ടേബിൾ വരയ്ക്കുക. ഫൈൻഡ് ഔട്ട് ദ ആവറേജ് ടേൺ അറൗണ്ട് ടൈം ആൻഡ് വെയിറ്റിംഗ് ടൈം. ഇസ് ഇറ്റ് ക്ലിയർ ആണോ? ഇപ്പൊ ഇതുപോലത്തെ സിമ്പിൾ, ഇത് ടെക്സ്റ്റിൽ എക്സാമ്പിൾ ആണ്, ഇതുപോലത്തെ സിമ്പിൾ ആവണമെന്നില്ല ചോദിക്കുന്നത്. അപ്പോൾ അല്ലാതെയും ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. സോ നമുക്ക് ഇത് മാത്രം പഠിച്ചാൽ പോരാ, കുറച്ച് എക്സ്ട്രാ എക്സാമ്പിൾസും കൂടെ യു ഹാവ് ടു നോ ഫോർ ദ യൂണിവേഴ്സിറ്റി എക്സാം. ഇസ് ഇറ്റ് ക്ലിയർ? ആശിഷ്, ഐശ്വര്യ, അമൽ, രവീന്ദ്രൻ, അമൽ സുരേന്ദ്രൻ, അനൈന, അനുപമ, അനൂജ. അപ്പൊ കൺഫ്യൂഷൻ വരാൻ പാടില്ല. FCFSന്റെ കേസ് കൃത്യമായിട്ട് പഠിക്കുക. ഷോർട്ടസ്റ്റ് ജോബിന്റെ കേസിലും സ്പെഷ്യൽ കേസസ് വരുന്നുണ്ട്. സോ യു ഹാവ് ടു സ്റ്റഡി. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഓക്കെ. സോ ഇത് നെക്സ്റ്റ് സെക്കൻഡ് എക്സാമ്പിൾ ആണ്. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ. ഈ എക്സാമ്പിൾ കൂടെ അറിഞ്ഞിരിക്കണം, കാരണം ഇതിൽ ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ യു ക്യാൻ, ഇവിടെ ഐഡിയലൊന്നും വരുന്നില്ല. സോ ബേസ്റ്റ് ടൈം യു ക്യാൻ ആഡ് ഇറ്റ്. ബേസ്റ്റ് ടൈം ആഡ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 32 ആൻഡ് ഹിയർ ഓൾസോ കംപ്ലീഷൻ ടൈം ഈസ് 32. സോ യുവർ പ്രോസസിംഗ് ഈസ് കറക്റ്റ്. ഓക്കെ, പ്രോസസിംഗ് കറക്റ്റ് ആണ്. കാരണം എന്താ, ഇവിടെ ഐഡിയൽ കേസ് ഒന്നും വരുന്നില്ല. സോ യു ക്യാൻ ജസ്റ്റ് ആഡ് അപ്പ്. ജസ്റ്റ് അത് ഇവിടെ കാണിക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, മെന്റലി നിങ്ങൾ മൈൻഡിൽ ആഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇഫ് യു ഹാവ് ഡൺ ഇറ്റ് കറക്റ്റ്ലി ഓർ നോട്ട്. ഓക്കെ, സോ ഇവിടെ 32 ആണ് ബേസ്റ്റ് ടൈം ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് 32 തന്നെ കിട്ടി കംപ്ലീഷൻ ടൈം. സോ ഇറ്റ് ഇസ് കറക്റ്റ്. എന്നിട്ട് ബാക്കി വെരിഫൈ ചെയ്യുക. എപ്പോഴും ഇത്രയും കോളംസ് ഉണ്ടായിരിക്കണം. പ്രോസസ്, അറൈവൽ ടൈം, ബേസ്റ്റ് ടൈം, കംപ്ലീഷൻ ടൈം കൊടുക്കുക. കംപ്ലീഷൻ ടൈം അറിയാലോ, P1 കംപ്ലീറ്റ് ചെയ്ത് എപ്പോഴാണ്, 8-ൽ. P2 എപ്പോഴാണ്, 12-ൽ. P4 17, P5 23, P3 32. അതാണ് കംപ്ലീഷൻ. ഇനി ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുക യൂസിങ് ദ ഇക്വേഷൻ. PAT ഈക്വൽ ടു CT മൈനസ് AT ചെയ്യുക. വെയിറ്റിംഗ് ടൈം ഈക്വൽ ടു ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം. ഓക്കെ, അത് ചെയ്യുക. അപ്പൊ ഇവിടെ തന്നെ സം ഇട്ട് കൊടുക്കുക. ഓക്കെ, സം ഇട്ട് കൊടുക്കുക. ദെൻ ആവറേജ് കാണാൻ ഈസി ആണ്. 82 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്രോസസ് ഇസ് 5. സോ 82 by 5 ആൻഡ് ഹിയർ 50 by 5. ഓക്കെ, കാരണം ആവറേജ് ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്രോസസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് വരാതെ നോക്കുക. ആൻഡ് ഇവിടെ എന്താ, ഗാൺ ചാർട്ടിലും ശ്രദ്ധിച്ചിട്ട് ഗാൺ ചാർട്ട് ചെയ്യുക. അറൈവൽ ടൈമും കൂടെ നോക്കിയിട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പ്രോബ്ലം വി ക്യാൻ ടേക്ക് ഇറ്റ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, അത് കുറച്ച് എക്സ്പ്ലനേഷൻ ഉണ്ട്. ഷോർട്ടസ്റ്റ് ജോബ് തന്നെ കുറച്ച് എക്സ്പ്ലനേഷൻ ഉണ്ട്. ഓക്കെ,
So attendance, please. Ashish, Abhinav, 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 Abhishek, Aditya, Aishwarya, Akhil CV, Akhil K, Amal, Surendran, Amina, Anina, Anirudh, Anjita, Anuja, Anupama, Aramal, Arpit, Arundat, Ashwin, Fasna, Fatima Ramshada, Hrutul, Hrutul, Hrutul absent, Jerish, Khadija, Khadija Shirin, okay, Ligit, Ligit, Ligit absent, Mariam, Diana, Mithun, Nasif, Rasi, Minhaj, Nihal, Sali, Shafiq, Nabil, Nanda, Nandita, Miss Nandita, okay, wait, Nivedya, Nivedya, okay, Nuha, okay, Prince പറഞ്ഞിരുന്നോ? Okay, Rishikesh, Rishwin, Ritik, Rohit, Safil, Sankirtana, Sarang, Sejal, Sevin, Shabin, Sishaj, Tanusri, Teja, Tulasi, Vaishnavi, Vishnu, Vaishna, Yadav, Anish, Amal Ravindran. So absent Abhinav. Abhinav undo? അഭിനവൻ നെറ്റ് കട്ടായെന്ന് പറഞ്ഞു. അതെയാ, ഓക്കെ. കണ്ടിരുന്നവന്. ഓക്കെ, സോ താങ്ക് യു.